ഇന്നലെ കല്യാണം കഴിഞ്ഞ വീടാ. കിടക്കുന്ന കിടപ്പ് കണ്ട. എന്റെ ദൈവമേ, എന്റെ മരുമോൻ മുരളി അവൻ കാണിച്ചു കൂട്ടിയതാ ഇതൊക്കെ. അവനെ നാട്ടുകാരെ മൊത്തം തെറി പറയായിരുന്നു. അപ്പൊ നാട്ടുകാർ പറയാൻ പറയാ, അവൻ മുരളിയല്ല ചുരുളിയാന്ന്. അവൻ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ആഹാ, നാട്ടുകാരെ മൊത്തം ചുരുളി പറഞ്ഞിട്ട് മുരളി അണ്ടാവിക്കാർ കിടക്കുകയാണ്. കുണ്ണാവ എണീര്. തൊപ്പി വച്ചരിക്കുന്നാവ, പൊട്ട് വച്ചരിക്കുന്നാവ. ഗുഡ് നൈറ്റ്. എണീടാ, എണീക്കായി. എന്തുവാ തിരിഞ്ഞു നോക്ക്. ആഹാ, കൈ കഴുകുന്ന സ്ഥലം. ഇതിന് പൈപ്പില്ലടാ. പൈപ്പ് ഉണ്ടായിരുന്നു, ആരോ ചവിട്ടി ഓടിച്ചെന്തോ ആണല്ലേ. വല്ലാത്ത ഹാങ് ഓവർ. ഹാങ് ഓവർ അല്ലടാ, നീ ഇന്നലെ മൊത്തത്തിൽ ഓവറായിരുന്നു. അല്ല, നല്ല തലവേദന എനിക്ക്. നിനക്കല്ല തലവേദന, എന്റെ മോളെ നിനക്ക് കെട്ടിച്ചെന്ന് എനിക്കാണ്ടാ തലവേദന. ഞാൻ എന്ത് ചെയ്തു മാമ? നീ എന്ത് ചെയ്തെന്നാ? ഞാനത് കാറ്റാടിക്കടയാണ്. നിനക്ക് വലിച്ചൊരു ചുറ്റിരിക്കുന്നുണ്ടോ? നിനക്ക് എത്ര വയസ്സായി? 40 വയസ്സ്. ഇന്നലെ ഇവിടെ നീ 4 വയസ്സുള്ള കൊച്ചിനെ പോലെ മുണ്ടില്ലാതെ ഓടി കളിക്കായിരുന്നു, അറിയാമോ നിനക്ക്? എടാ, നീ ഇന്നലെ ഇവിടെ എന്തെല്ലാം കാണിച്ചു കൂട്ടിയെന്ന് നിനക്കറിയാമോടാ? ഒന്നും ഓർമ്മയില്ല. നീ ഇന്നലെ ആരൊക്കെ തല്ലിയെന്ന് നിനക്കറിയാമോ? ഇല്ല. അറിഞ്ഞൂടല്ലേ? ഞാൻ എന്റെ തന്തയെ തല്ലി. അതിന് മാമ അവന്റെ അച്ഛനെ തല്ലി. അതല്ല, എന്നെ തല്ലി, എന്റെ തന്തയെ തല്ലി, എന്റെ അനിയന്മാരെ തല്ലി. ആയിരിക്കുന്ന എന്താണെന്ന് അറിയാവോടാ? നിലം തല്ലി. അതടുത്താണ് നീ എന്റെ ഭാര്യയെ തല്ലിയത്. എന്റെ ചേട്ടൻ ദിവാകരൻ ഭാഗ്യം ഇന്നലെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയതുകൊണ്ട് രക്ഷപ്പെട്ടു. അതാണ് ദിവാകരൻ മാമനെ നോക്കിയിട്ട് കാണാത്തത്. മാമ ഇന്ന് വൈകുന്നേരമെങ്കിലും വരുമോ? എന്തിന്? ഇന്നലെ അടിച്ച പുള്ളിന്റെ ബാക്കി ഇരിപ്പുണ്ട്. എന്ത്? അല്ല, വെറുതെ അവനെ തല്ലി നീ അടങ്ങും അല്ലടാ? അറിയാതെ പറ്റിപ്പോയത്. ഒരു കാര്യം പറയാം, നീ ഇന്നലെ എന്റെ വയ്യാതെ കിടന്ന അച്ഛന്റെ പൊക്കിൾ എന്തിനാ സ്പൂണ്ട് കറക്കിയത്? അത് പിന്നെ അച്ചാറെടുക്കാനായിരിക്കും. എടാ, എന്റെ അച്ഛന്റെ പൊക്കിളാ അത്, അല്ലാതെ പിക്കിള് കുപ്പി അല്ല അത്. പറഞ്ഞ മനസ്സിലായി നിനക്ക്? അറിയാതെ ഞാൻ മാമന്റെ കല്യാണത്തിന് വരാൻ പറഞ്ഞില്ലല്ലോ. എന്റെ ചക്കി മോളെ കല്യാണം മോളെ, എന്റെ ചക്കി മോളെ കല്യാണം. സാറേ, ഓടിയ കട്ടായി കേട്ടോ. ഓടിയ കട്ടായതല്ല, മനസ്സിലെ പ്രയാസം കൊണ്ട് വാക്കുകൾ പുറത്തോട്ട് വരാത്തത്. എടാ, എന്റെ ചക്കിമോള് എന്റെ അമ്പാടിക്കുട്ടി, നിനക്കറിയാവോടാ ഞാൻ അവരെ എങ്ങനെയാ വളർത്തിയെന്ന്? അറിയാവോടാ? അറിയില്ല, പറ. എന്റെ ചക്കിമോള് എന്റെ ഉറക്കെ പറഞ്ഞപ്പം എന്റെ അമ്പാടിക്കുട്ടി ഇതിനകത്ത് ഫോട്ടോ ഒന്നുമല്ല, ഡയലോഗ് എഴുതി വെച്ചേക്കുന്നു. എന്റെ ചക്കിമോളെ അമ്പാടിക്കുട്ടിയും കുഞ്ഞുങ്ങളുടെ കുച്ചിലുള്ള കുസൃതികൾ ഞാൻ എഴുതി ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക. എന്തിനാണാവോ? മറന്നു പോകാത്ത ടൈമിങ്ങിന് അടിക്കാൻ വേണ്ടി. 1000 വട്ടം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കല്യാണത്തിന് വരുമ്പോ എന്നെ കല്യാണത്തിന് ആരും കൂട്ടാതെ പോകാൻ. നിന്റെ അടുത്ത് ഞാൻ 1000 തവണ പറഞ്ഞു, കല്യാണത്തിന് വരുമ്പോഴെങ്കിലും വെള്ളമടിക്കാതെ വരണമെന്നല്ലേ? അല്ല, നിക്കറിട്ടോണ്ട് വരണമെന്ന്. അപ്പൊ അതും ഞാൻ മറന്നോ? മറന്നാ ഇനിയെങ്കിലും അതൊന്ന് എടുത്തിടാൻ ശ്രമിക്കാം. അത് ശ്രമിക്കാന്ന് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുമെന്ന് പറ. എടാ, എന്റെ കുടുംബത്തെ കുറിച്ച് അറിയാമോടാ? അതിന്റെ പാരമ്പര്യം അറിയാമോടാ? അതിന്റെ ആദ്യത്തെ നിനക്ക് അറിയാമോടാ? എനിക്ക് അറിഞ്ഞൂടാ, പറ. കേട്ടോളാം. ഒരു ചിരി, 2 ചുമ, ഒരു ദീർഘനിശ്വാസം. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? സാധാരണ ഡയലോഗ് മറന്ന് അണ്ണാക്കി പിരിവട്ടി പ്ലാഞ്ചി നിൽക്കുമ്പോ ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. പുതുമയൊന്നും ഇല്ലല്ലോ. എങ്കിൽ പ്ലാഞ്ചി നിൽക്കാതെ നീ ഡയലോഗ് പറ. ഇയാളെ കുടുംബം മകന്ന് മാമ എന്റെ അടുത്ത് പറയരുത്. ആ മഹിമ നിങ്ങളുടെ ചിറ്റപ്പണല്ലോ, ബാലൻ ചിറ്റപ്പൻ. ആ മനുഷ്യൻ കാലിലാണെങ്കിൽ ഒരു നിരോധിച്ചൊരു പാട്ടുണ്ടല്ലോ, അക്കരെ നിന്നുകൊണ്ട് മാരൻ വെള്ളത്തിൽ ഊളിയിട്ടു. അത് കാൽമുട്ടിലെ തൊടയിലും മൊത്തം പച്ച കുത്തി വെച്ചേക്കുന്നു. നീ എങ്ങനെ കണ്ട്? അഴി നടന്നുകൊണ്ടിരുന്നപ്പോ കുറെ നേരം ഈ പറഞ്ഞ ചിറ്റപ്പന്റെ കാൽമുട്ടുകൾക്കിടയിലായിരുന്നല്ലോ എന്റെ തല. അയാളാണ് ഇടി നിർത്തുന്നില്ല. സമയം പോട്ടെ, അതുകൊണ്ട് ആ പാട്ട് മൊത്തം പാടി പഠിച്ചല്ലേ? എന്തായാലും നിനക്ക് നന്നായി. തെരുവിൽ പാടിയെങ്കിലും നിനക്ക് ജീവിക്കാം. കുറച്ചാളത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ആരൊക്കെ എവിടേക്ക് അടിച്ചെന്ന് ഒരു പിടിയില്ല. മുറിവിന്റെ ആഴവും തുന്നലിന്റെ എണ്ണവും നോക്കി ആൾക്കാരെ കണ്ടുപിടിച്ച കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. വിനാശകാല വിപരീത ബുദ്ധി. അതിപ്പോ എന്തിനു പറഞ്ഞു? രാജമാണിക്യത്തിലെ ഭീമന്റെ കളിക്കല്ലേ? അതല്ല പറഞ്ഞത്. നിന്നെ ആരൊക്കെ തല്ലിയെന്ന് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു, അതിന് തരാൻ നിൽക്കണ്ട, ശേഷിയില്ല. കോവളത്തെ മറുത വന്ന അവളത്ത് മറു വന്ന അല്ല, കോവളത്തെ മറുത എന്റെ അനിയത്തി. ഞാനോട്ട് പിണക്കമായിരുന്നു. അവള് കല്യാണത്തിന് വന്ന് എന്റെ മുതലിരിക്കുന്നേ അല്ല, അവള് നഖം കൊണ്ട് അള്ളിയ പാട് കിടക്കുന്നു വിത്ത് കൂട്ടേഴ്സ്. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. വാൾപോസ്റ്റർ കീറും പോലെ പുറകിൽ നിന്ന് കയറി തള്ളായിരുന്നു. അയ്യോ, കാട്ടക്കടലിൽ കാല് മുറിച്ച് കിടക്കുന്ന മാമനും വന്ന്. അങ്ങനെ മനസ്സിലായി? വീൽ ചെയർ ഓടിയ പാട് കിടക്കുന്നു. വണ്ടി മുട്ടിയതല്ല, കിളവ ഉന്തുവണ്ടി ഉരുട്ടി കളിച്ചതാ. നീ എന്നെ പറയുക, കാര്യം പറ. കാര്യം പറയാന്ന ഞാൻ എന്ത് ചെയ്യുന്നു പറയാം നിങ്ങളുടെ കുടുംബത്തിന്? എനിക്ക് സ്വന്തമായിട്ട് നല്ലൊരു ഭാര്യയല്ലേ ഉള്ളൂ. എനിക്ക് സ്വന്തമായിട്ട് ഭാര്യ ഉണ്ടല്ലേ? എന്റെ മോളെ തങ്കപ്പെട്ട സ്വഭാവം കൊണ്ട് നിന്നെ സഹിക്കുന്നു. ഒരു മനുഷ്യൻ അച്ഛനാണ് നിങ്ങൾ. ഇങ്ങനെയൊക്കെ നാണം കെട്ടാ പറഞ്ഞോണ്ട് കിടക്കാൻ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മോളല്ല തങ്കപ്പന്റെ മോളാണെന്ന്. അതാണ് ആ സ്വഭാവം. എടാ, അതല്ലേ പറഞ്ഞത്, തങ്കപ്പെട്ട സ്വഭാവം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും എനിക്ക് നിങ്ങളെ വിശ്വാസം എടി ദാശാനി, ഇവരെ ഒന്ന് കാണിച്ചു കൊടുത്തേ ഉള്ളൂ. ആ വെട്ടത്തിൽ കിടത്തോണ്ട് വഴി ഇവിടെ ചെവിക്കകത്ത് കുരു ഇരിക്കുന്ന എടി വെട്ടത്തിൽ കൂടെ ഇറങ്ങി വരാൻ. കിഷോറണ്ണ,
നിങ്ങള് കഞ്ചാവാണോ അതോ സിറിഞ്ചാണോ? എന്തത്? ഇതിനകത്ത് ആകെ 2 ക്യാരക്ടർ ഉള്ളൂ നിങ്ങൾക്ക് അറിയാം. പിന്നെ ആരെ വിളിച്ച് കയറ്റണത്? അത് പിന്നെ എന്റെ മനസ്സിലെ പരിഭ്രാന്തി കൊണ്ട് കൈവിട്ട് പോയതാ. കൈവിട്ട് പോയല്ലേ, കയ്യിൽ നിന്ന് പോയതാണ്. അപ്പൊ നീ ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഞാൻ പോവാ, ഈ നിമിഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇനി എന്നെ കാണണമെങ്കിൽ എട്ടുപോലുള്ള പരശുരാം പോയി കഴിയുമ്പോ റെയിൽവേ ട്രാക്കിന്റെ സൈഡിലുള്ള കുറ്റിക്കാട്ടിൽ ചിന്നിച്ചെതറി കിടക്കുന്ന മിച്ചറിന്റെ മുമ്പേ ഇരുന്ന് ഒരു ഫുൾ അടിക്കണ കാണാം. എന്നാലും നീ വെള്ളോടി നിർത്തൂലല്ലേ? ഇതുവരെ നടന്നു. ഇനി മേലിൽ ഞാൻ മദ്യം കഴിഞ്ഞിട്ട് തൊടില്ല. സത്യം സത്യം സത്യം. ഉറപ്പാണല്ലേ? വാക്കാണല്ലേ? എങ്കിൽ എന്റെ മോളെ വിളിക്കട്ടെ. കോള് വരുന്ന സുരേഷേ, നാളെ കളിപ്പിൽ പോവല്ലേ? ഒരു പുള്ളി എടുത്തോണ്ട് വാ, വെളുക്ക് അടിക്കാം. ഓക്കെ അളിയാ. ഇപ്പൊ നാളെ അടിക്കാനുള്ള സുരേഷ് മദ്യപാനം നിർത്തിയേട്ടാ. സോറി, ഞാൻ മാമന് വാക്ക് കൊടുത്തു. ഐഡിയ കൊള്ളാം, ടൈമിംഗ് ഓക്കെ ആയിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കയ്യിൽ പ്രോപ്പർട്ടി ഇല്ല. എടാ കയ്യിൽ ഫോണില്ലെന്ന്. നിന്നെ കുറിച്ച് ഇവിടെ ഒരു പരാതിയുണ്ട്. എന്താണ്? ഒന്നുകിൽ മദ്യം അല്ലെങ്കിൽ പെണ്ണ്. ഇത് രണ്ടോട്ടുള്ള വിഷയം കഴിഞ്ഞാട്ടേ വരുന്നത്. എടാ എന്തെങ്കിലും വേറെ വെറൈറ്റി കൊണ്ടുപാടാ. അടുത്ത പ്രാവശ്യം പുതിയ വെറൈറ്റി കള്ള് ഷാപ്പിലെ പാചകം. കൊള്ളാം, അതാകുമ്പോ മദ്യപാനം ഇല്ലല്ലേ. എടാ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരായി. ഇതുവരെ ആരും പിടിക്കാത്ത മേഖലയിലോട്ട് പോയാലോ? ബാച്ചിലേഴ്സ് പാർട്ടി അടിച്ചു പൊളിക്കും. എടാ ഈ ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളവടി കമ്പനി. ഇതിന് എന്നെ അടിച്ചത്? ഇതുപോലുള്ള അടികൾ ഇതോടുകൂടി അവസാനിപ്പിച്ചേക്കണം, മനസ്സിലായോ? ഇതെന്താ ഡബിൾ അടിച്ചത്? ഇതാണ് ഡബിൾ ക്ലൈമാക്സ്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഉള്ളത് കൊടുത്ത പറ്റി അരി വറുക്കണം, പിന്നെയാണ് കൂടുതൽ പറയിപ്പിക്കുന്നത്. അയ്യ